പുറമെ സന്തോഷം ഭാവിക്കുന്നുണ്ടെങ്കിലും തീർത്ഥയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അംബിക വല്യമ്മയുടെ വാക്കുകൾ അപ്പോഴും അവളുടെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഏതോ ബുക്ക് വായിച്ചുകൊണ്ട് മാധവ് ജനലിനോട് ചേർന്നുള്ള കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. റൂമിലേക്ക് കയറി വന്ന തീർത്ഥയെ കണ്ട് മാധവ് വായിച്ചു കൊണ്ടിരുന്ന ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് എഴുന്നേറ്റു. മാധവിനെ കണ്ടതും അതുവരെ മനസ്സിന് അലട്ടിയിരുന്ന അസ്വസ്ഥകൾ മെല്ലെ മാറിയുന്നത് തീർത്ഥ അറിഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ തീർത്ഥ കയ്യിലിരുന്ന പാല് അവന് നേരെ നീട്ടി. എന്തിനാ ഇത്? കണ്ണട കയറ്റി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അമ്മ തന്നതാ. അവളുടെ കൈ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ പാല് കുടിക്കാറില്ല. താൻ വേണമെങ്കിൽ കുടിച്ചോളൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലിരുന്ന ബുക്ക് ഷെൽഫിലേക്ക് വെച്ചു. എനിക്കും വേണ്ട. അവൾ ആ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. മാധവ് ബെഡിൽ വന്നിരുന്നപ്പോഴും തീർത്ഥ കട്ടിലിനോട് ചേർന്ന് നിൽക്കുകയാണ്. താൻ എന്തിനാ നിൽക്കുന്നത്? ഇവിടെ ഇരിക്കെ. അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. തീർത്ഥ പതിയെ ബെഡിനോരത്തായി ഇരുന്നു. മാധവനരികിൽ ഇരിക്കുമ്പോൾ അവൾക്ക് തൊണ്ട വരളുന്നത് പോലെയും ചുണ്ട് ഉണങ്ങുന്നത് പോലെയും തോന്നി. വല്ലാത്തൊരു പരവേശം. അവൾ ഇടം കണ്ണാൽ അവനെ നോക്കി. മാധവ് കണ്ണട ഊരി ബെഡിനടുത്തുള്ള ടേബിളിൽ വെച്ചു. തീർത്ഥ ടെൻസ്ഡ് ആണോ? അവൾ വിരലുകൾ തമ്മിൽ കൂട്ടിപ്പിരിക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. ഏയ് അല്ല. ഉമിനീർ ഇറക്കിക്കൊണ്ട് അവൾ തല വെട്ടിച്ചു. പക്ഷേ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. മാധവ് മുഖത്ത് നോക്കിയപ്പോൾ അവൾ വേഗം മിഴികൾ താഴ്ത്തി. 2 ദിവസമായിട്ട് നല്ല ഓട്ടത്തിലാണ്. ഞാൻ നല്ല ടയേർഡാണ്. നമുക്ക് കിടന്നാലോ? കണ്ണൊന്ന് അമർത്തി തിരുമ്മിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൾ പതിഞ്ഞൊന്ന് മൂളി. മാധവ് ബെഡിലേക്ക് കയറി ചുമരിനോട് ആമുഖമായി കിടന്നു. ആദ്യരാത്രിയാണെന്നുള്ള ചിന്തയിൽ അവൻ്റെ ആ വാക്കുകൾ അവളിൽ നിരാശ ജനിപ്പിച്ചു. കുറച്ചു നേരം സംസാരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇനി തന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാകുമോ? ഏയ്, അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ തനിക്കും ശിവയ്ക്കും വേണ്ടി ചെയ്യുമോ? വശം ചെരിഞ്ഞു കിടക്കുന്ന അവനെയും പാടെ കെട്ടി തൂങ്ങിയ പാലിലേക്കും അവൾ മാറി മാറി നോക്കി. പിന്നെ നേരിയതിൻ്റെ തുമ്പിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ബെഡിൻ്റെ ഓരത്തായി കിടന്നു. അവൾ കിടന്നതും മാധവ് ലൈറ്റ് ഓഫ് ചെയ്തു. റൂമിൽ ഇരുൾ പടർന്നു. നേരം ഒരുപാട് വൈകിയെങ്കിലും മാധവും തീർത്ഥയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇരുവശത്തേക്കും ചെരിഞ്ഞുകൊണ്ട് അവർ ഇരുട്ടിലേക്ക് നോക്കിക്കിടന്നു. തങ്ങളെക്കാൾ ഏറെ തങ്ങളുടെ അരികിൽ കിടക്കുന്നവരെ കുറിച്ചാണ് അവരുടെ ചിന്ത. തനിക്കരികിൽ കിടക്കുന്നവളിൽ നിന്നും മുതിരുന്ന മുല്ലപ്പൂവിൻ്റെ സുഗന്ധം മാധവിന് ഹൃദ്യമായി തോന്നി. എങ്കിലും മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോർത്ത് അവൻ്റെ മനസ്സ് കുലിശിതമായി. ഓരോ ആലോചനകൾക്കൊടുവിൽ എപ്പോഴോ അവൻ മയങ്ങിപ്പോയി. മാധവനരികിൽ തീർത്ത ഉറക്കം വരാതെ ഇരുട്ടിലേക്കും നോക്കിക്കിടന്നു. മനസ്സിലൂടെ 1000 ചിന്തകൾ ഒഴുകി നടന്നു. ഇതൊരു പുതിയ തുടക്കമാണ്. നാളത്തെ പുലരി പ്രത്യാശയുടെ പുതുവെളിച്ചമാണ് കൊണ്ടുവരുന്നത്. കൊഴിഞ്ഞു വീണ ഇന്നലകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാം നല്ലതിനാണെന്ന് ആശ്വസിക്കാം. മറ്റുള്ളവരെ പോലെയല്ല, ഇദ്ദേഹം നല്ലവനാണ്. ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ പതിയെ കണ്ണുകൾ അടച്ചു. എങ്കിലും നിദ്രാദേവി അവളെ കടാക്ഷിച്ചില്ല. ചെറു ചൂടുള്ള നിശ്വാസം കഴുത്തിന് പുറകിൽ തട്ടിയപ്പോഴാണ് തീർത്ഥ തിരിഞ്ഞു നോക്കിയത്. ഉറക്കത്തിനിടയിൽ എപ്പോഴും മാധവ് അവളുടെ വശത്തേക്ക് തിരിഞ്ഞു കിടന്നിരുന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ അവൻ അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. ഇപ്പോൾ അവൻ്റെ നിശ്വാസം അവളുടെ കവിളിൽ തട്ടുന്നുണ്ട്. ഇത്രയും അടുത്ത് ആദ്യമായാണ് ഈ മുഖം കാണുന്നത്. തുറന്നിട്ട ജനലിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചത്തിൽ നിഷ്കളങ്കമായ മുഖത്ത് പാതി വിടർന്ന ആ റോസ് ചുണ്ടുകൾക്കിടയിൽ പല്ലിൻ്റെ നിഴൽ കാണുന്നുണ്ട്. നിറയെ കൺപീലികളുള്ള ആ കണ്ണുകൾ ഇടയ്ക്കൊന്ന് ചെമ്മി. അവൻ ഉണർന്നെന്ന് കരുതി തീർത്ത വേഗം തിരിഞ്ഞു കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ആള് നല്ല ഉറക്കമാണ്. കുസൃതി ചിരിയോടെ ചുണ്ട് കഴിച്ച് പിടിച്ചുകൊണ്ട് അവൾ വീണ്ടും മാധവിന് അഭിമുഖമായി കിടന്നു. പെട്ടെന്നാണ് മാധവ് അവളുടെ ഇടുപ്പിലേക്ക് കൈ എടുത്തിട്ടത്. നേരിയതിനിടയിൽ വയറിന്മേൽ അവൻ്റെ കൈ പതിഞ്ഞതും തീർത്തയൊന്ന് പിടഞ്ഞു. ആദ്യ സ്പർശനത്തിൻ്റെ ചൂട് അവൾക്ക് കുളിരേകി. അപ്പോഴും ഒന്നും അറിയാതെ ഗാഢമായ ഉറക്കത്തിലായിരുന്നു മാധവ്. ആ കൈ എടുത്തു മാറ്റാതെ തന്നെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. സുന്ദരമായ ഒരുപാട് സ്വപ്നങ്ങളെ വിരുന്ന് വിളിച്ചുകൊണ്ട്. സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് ഒരു ചക്രവ്യൂഹം തന്നെ ഭേദിക്കേണ്ടി വരുമെന്നറിയാതെ. രാവിലെ ആദ്യം ഉണർന്നത് തീർത്ഥയാണ്. നന്നായി വൈകി ഉറങ്ങിയതുകൊണ്ട് വൈകി തന്നെയാണ് അവൾ ഉണർന്നത്. ഉണർന്ന പാടെ അവൾ ആദ്യം നോക്കിയത് ശിവുവിനെയാണ്. അപ്പോഴാണ് അരികിൽ കിടക്കുന്ന മാധവനെ കണ്ടത്. അപ്പോഴേക്കും അവൻ ഒരു കാൽ കൂടി അവളുടെ ദേഹത്തേക്ക് കയറ്റി വെച്ചിരുന്നു. നേർത്ത ചിരിയോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അവനെ ഉണർത്താതെ പതിയെ കാലും കൈയും തൻ്റെ ദേഹത്തു നിന്ന് എടുത്തു മാറ്റി. തെന്നിക്കിടന്നിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് അവൾ കുളിക്കാനായി കയറി. രാവിലെയുള്ള കുളി മടിയാണെങ്കിലും ഇവിടുത്തെ ശീലങ്ങൾ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് മടിയോടെയാണെങ്കിലും അവൾ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും മാധവ് എഴുന്നേറ്റിരുന്നു. ഗുഡ് മോർണിംഗ്. കണ്ണട എടുത്തു വെച്ചുകൊണ്ട് അവൻ നേർത്ത പുഞ്ചിരിയോടെ അവളെ നോക്കി. ഗുഡ് മോർണിംഗ്.
അവൾക്കും പുഞ്ചിരിക്കാതിരിക്കാനായില്ല. അത്രമേൽ ഹൃദ്യമായിരുന്നു ആ പുഞ്ചിരി. മാധവ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. അവൻ പോയതും അവൾ വേഗം തന്നെ റൂമിൽ നിന്നും ഇറങ്ങി ശിവുവിൻ്റെ റൂമിലേക്ക് നടന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് 2 റൂമുകളിലായി നേരം വെളുപ്പിച്ചത്. തൻ്റെ വിരലുകൾ മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ അവൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഓരോന്നാലോചിച്ചുകൊണ്ട് അവൾ ശിവുവിൻ്റെ റൂമിലേക്ക് ചെന്നു. പക്ഷേ ശിവു അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇന്നലെ രാത്രി ചിന്നുവിൻ്റെ കൂടെ അവൾ കിടന്നത് എന്ന് ഓർത്തത്. അവൾ വേഗം തന്നെ ചിന്നുവിൻ്റെ റൂമിലേക്ക് ചെന്നെങ്കിലും അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ഈശ്വരാ, ഇവരിത് എവിടെ പോയി? തീർത്ത ആദിയോടെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ ലിവിംഗ് റൂമിൽ നിന്നും ശിവുവിന് ഏറെ ഇഷ്ടമുള്ള കാർട്ടൂണിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ശിവ അവിടെയുണ്ടെന്ന് തീർത്തയ്ക്ക് മനസ്സിലായി. അവൾ ആശ്വാസത്തോടെ ദീർഘനിശ്വാസം എടുത്തു. താഴേക്ക് ചെന്ന് തീർത്ത ആദ്യം ചെന്നത് ലിവിംഗ് റൂമിലേക്കാണ്. അവിടെ ചിന്നുവിനൊപ്പം ഇരുന്ന് കാർട്ടൂൺ കാണുകയാണ് ശിവ. ആള് നല്ല സന്തോഷത്തിലാണെന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം. സ്ക്രീനിൽ കാർട്ടൂൺ കാണുന്നതിനൊപ്പം അതിലെ പാട്ടുകൾ പാടുന്നുമുണ്ട്. മുടിയൊക്കെ ഒതുക്കി കെട്ടി നൈറ്റ് ഡ്രസ്സെല്ലാം മാറ്റി നല്ല സുന്ദരിക്കുട്ടിയായിട്ടാണ് ഇരിപ്പ്. കാർട്ടൂൺ കാണുന്നതിനിടയ്ക്ക് ചിന്നുവിനോട് എന്തോ പറയാൻ തിരിഞ്ഞപ്പോഴാണ് ശിവു ഓപ്പോയെ കണ്ടത്. ആ നിമിഷം തന്നെ സെറ്റിയിൽ നിന്നും ചാടിയിറങ്ങി ഓപ്പോയുടെ അടുത്തേക്ക് ഓടി. ശിവു പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ ചിന്നു ഒന്ന് പേടിച്ചു പോയി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തീർത്തയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കുഞ്ഞിനെ കണ്ടു. ചേച്ചിയെ കണ്ടിട്ടാണോ ഇവൾ ഇങ്ങനെ ഓടിയത്? ഞാൻ പേടിച്ചു പോയി. ടിവിയുടെ ശബ്ദം മ്യൂട്ട് ചെയ്തുകൊണ്ട് ചിന്നു എഴുന്നേറ്റ് അവർക്കരികിലേക്ക് ചെന്നു. ഇവൾ എപ്പോഴാ എഴുന്നേറ്റത്? ഉറക്കത്തിൽ കിടന്ന് മൂത്രമൊന്നും ഒഴിച്ചില്ലല്ലോ. ശിവുവിൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് തീർത്ത ഒന്ന് ചോദിച്ചപ്പോൾ ശിവു നാണത്തോടെ ഓപ്പോളെ നോക്കി. ഏയ്, ഉറക്കത്തിൽ ഒരു തവണ എഴുന്നേറ്റിട്ട് ഓപ്പോളെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ റൂമിലാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം എഴുന്നേറ്റിരുന്നിട്ട് പിന്നെ കിടന്നു. ചിന്നു പറഞ്ഞു. പോയിരുന്ന് കാർട്ടൂൺ കണ്ടോ? ഓപ്പ ഇപ്പം വരാട്ടോ. ശിവുവിൻ്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. അവിടുത്തെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് അവൾക്ക് ചെറിയ പരിഭ്രമമൊക്കെ തോന്നിയിരുന്നു. ഇനി നേരം വൈകിയതിന് വഴക്ക് പറയുമോ എന്നുള്ള പേടിയോടെയാണ് അവൾ അടുക്കളയിലേക്ക് കയറിയത്. അടുക്കളയിൽ പാർവതിയും ജാനകിയും തിരക്കിട്ട പണികളിലാണ്. 8 മണിയാകുമ്പോഴേക്കും ഭർത്താക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. പാർവതി ദോശ ചുടുമ്പോൾ ജാനകി സാമ്പാറിലേക്കുള്ള വറവ് തയ്യാറാക്കുകയായിരുന്നു. അവിടേക്ക് കയറി വന്ന തീർത്തയെ നോക്കി ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു. ഇത്ര നേരത്തെ കുളി കഴിഞ്ഞോ? അവളുടെ മുടിത്തുമ്പിൽ നിന്നും ഇറ്റിരി വീഴുന്ന ഈറൻ കണ്ട് പാർവതി ചോദിച്ചു. അവൾ മെല്ലെ മുഖമിളക്കി. നല്ല കാര്യം. പെൺകുട്ടികൾ രാവിലെ തന്നെ കുളിക്കുന്നതാണ് ഐശ്വര്യം. ഇവിടെ ഒരുത്തിയുണ്ട്. സൂര്യൻ താഴ്ന്നാലേ വെള്ളം തലയിൽ ഒഴിക്കൂ. ജാനകി ചിറ്റ പിറുപിറുക്കുന്നത് ചിന്നുവിനെ കുറിച്ചാണെന്ന് അവൾക്ക് തോന്നി. മോൾക്ക് എന്താ വേണ്ടത്? ചായയാണോ കാപ്പിയാണോ? കല്ലിലേക്ക് ദോശമാവ് ഒഴിച്ച് ചുറ്റിക്കുന്നതിനിടയിൽ പാർവതി ചോദിച്ചു. ഒന്നും വേണ്ട. ചായ കുടിക്കാഞ്ഞിട്ട് തല നന്നായി വേദനിക്കുന്നുണ്ടെങ്കിലും ചായ കുടിക്കാൻ അവൾക്ക് മടി തോന്നി. ആണോ? എന്നാൽ മാധവിന് ആ ഫ്ലാസ്കിൽ നിന്നും കോഫി എടുത്തു കൊടുക്കാമോ? അവന് ബെഡ് കോഫി നിർബന്ധമാണ്. എനിക്കാണെങ്കിൽ കൈ ഒഴിഞ്ഞതുമില്ല. മുരിഞ്ഞ ദോശയിലേക്ക് നെയ്യ് ഇറ്റിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ തീർത്തയുടെ ജോലിയല്ലേ? മുൻപിൽ നിരന്നിരിക്കുന്ന പല കളറിലും പല വലുപ്പത്തിലുമുള്ള കോഫി മഗ്ഗുകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ജാനകി ചിറ്റയുടെ കമൻറ്റ് അവൾ കേട്ടത്. ഇതിൽ ഏതാണാവോ? അവൾ സംശയത്തോടെ അവരെ ഒന്ന് പാളി നോക്കി. അതിൽ ഏത് കപ്പ് വേണമെങ്കിലും എടുത്തോ മോളെ. അവനങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അവളുടെ നിൽപ്പ് കണ്ട് കാര്യം മനസ്സിലായ പാർവതി സഹായത്തിനെത്തി. ആ, തലയാട്ടിക്കൊണ്ട് അവൾ അതിൽ ഇഷ്ടമായ ഇളം ചാരനിറമുള്ള കോഫി പകർന്നുകൊണ്ട് അടുക്കളയുടെ പുറത്തേക്ക് നടന്നു. നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി. ഇന്നലത്തേക്കാളും ഇന്നാണ് കാണാൻ ഭംഗി. തീർത്ത പോകുന്നത് നോക്കി ജാനകി പറഞ്ഞു. പാർവതിക്കും അതേ അഭിപ്രായമായിരുന്നു. ഇത്രയും സ്നേഹമുള്ളവർക്കിടയിലേക്ക് വരാൻ താനെന്ത് മുജ്ജന്മ പുണ്യമാണ് ചെയ്തത്. പാർവതിയുടെയും ജാനകിയുടെയും ചിന്നുവിൻ്റെയും സ്വഭാവവും സംസാരവും അവളെ അത്രയേറെ സന്തോഷിപ്പിച്ചിരുന്നു. ഓരോന്നാലോചിച്ചുകൊണ്ട് കയ്യിലിരുന്ന കോഫി തുളുമ്പിപ്പോവാതെ മുകളിലേക്ക് കയറുമ്പോൾ മരത്തിൻ്റെ ഗോവണി എന്തിനു വേണ്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. തീർത്ത റൂമിലേക്ക് ചെല്ലുമ്പോൾ മാധവ് കുളി കഴിഞ്ഞ് അരയിലൊരു ബാത്റൂം മാത്രം ചുറ്റി ഇറങ്ങി വരികയായിരുന്നു. അവൻ്റെ വെളുത്ത ഉറച്ച ശരീരത്തിൽ അങ്ങിങ്ങായി പറ്റിപ്പിടിച്ചിരുന്ന വെള്ളത്തുള്ളികൾ തുറന്നിട്ട് കിഴക്കേ ജനാലിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിൽ വൈഡൂര്യം പോലെ തിളങ്ങി. അവളെ കണ്ടതും മാധവ് കസേരയിൽ നിന്നും മറ്റൊരു ടവൽ തോളിലേക്ക് എടുത്തിട്ടു. കോഫി മഗ് അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. താങ്ക്സ്. അവളുടെ കയ്യിൽ നിന്നും മഗ് വാങ്ങി അവൻ ടേബിളിൽ വെച്ചു. അപ്പോഴാണ് തലേന്ന് രാത്രി കുടിക്കാതെ മാറ്റിവെച്ച പാൽ ഗ്ലാസ് അവൻ കണ്ടത്. അത് ആകെ പാടകെട്ടി ചീത്തയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ മാധവിന് എന്തോ പോലെ തോന്നി. അവനതെടുത്ത് ബാത്റൂമിലെ വാഷ് ബേസിനിൽ ഒഴിച്ചു കളഞ്ഞു. എനിക്കിന്ന് ബാങ്കിൽ പോകണം. അർജൻറ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്. കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അവൻ വാർഡ്രോബിനടുത്തേക്ക് നടന്നു. തീർത്ത ഒന്ന് മൂളി. തീർത്ത,
ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്ക് വിഷമമാകരുത്. വാർഡ്രോബിൽ നിന്ന് ഷർട്ടും പാൻറ്റും വലിച്ചെടുത്തുകൊണ്ട് അവൻ തിരിഞ്ഞു. ഇല്ല. പതിവിലും ഗൗരവത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അവളുടെ കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെടുത്തി.